ഞാനും ഒരു സോങ് പാടി തുടങ്ങാവുന്നതായിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചിരിക്കുന്ന ആ സോങ്ങിൻ്റെ ബേസ് ആണ്. അപ്പം സോങ് ഈസ് ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം, നിരാശ ഇനി എന്നെ തൊഴുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. Thank you. Good evening, respected Arjun, beloved elders of church, and my dear brothers and sisters in Christ. ഈ വിശുദ്ധ വാരത്തിന്റെ ഭാഗമായി എൻ്റെ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ അവസരം നൽകിയ അച്ഛനോടും സഭയോടും ഞാൻ സമ്പൂർണ്ണ ഹൃദയത്തോടെ നന്ദി അറിയിക്കുന്നു. നാം എല്ലാവരും കുരിശിന്റെ ദുഃഖത്തിലേക്കും പുനരുദ്ധാനത്തിന്റെ ആനന്ദത്തിലേക്കും കടന്നു പോകുന്ന ഈ പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം സംബന്ധിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് 12:23. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും, എന്നാൽ കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. In English it says, when the Lord sees the blood on the top and sides of the door frame, he will pass over that doorway and he will not permit the destroyer to enter your houses and strike you down. ഈ വാക്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഭീതിയുടെയും സംശയത്തിൻ്റെയും നിഴലിൽ പോലും ദൈവം തൻ്റെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നാണ്. അത് ദിവസം ഇസ്രായേലിൻ മക്കൾ മരണവും അന്ധകാരവും നിറഞ്ഞ ലോകത്തിനുള്ളിൽ ജീവിച്ചിരുന്നുവെങ്കിലും വിശ്വാസത്താലും അനുസരണയാലും ആണ് അവർ സംരക്ഷിക്കപ്പെട്ടത്. വാതിലുകളിൽ പുരട്ടിയ രക്തം വെറും ചിഹ്നമായിരുന്നില്ല, അത് ദൈവത്തിന് കീഴടങ്ങിയതിൻ്റെ അവനിലെ പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു. ഈ വാക്യം ഇന്നലെ പോലെ എനിക്കൊപ്പം സംസാരിക്കുന്നു. ജീവിതത്തിൽ കുഴപ്പവും ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞ സമയങ്ങളുണ്ട്. അന്നത്തെ ഇസ്രായേൽ മക്കൾ അനുഭവിച്ചുണ്ടായിരുന്ന ഈ ഭാവങ്ങൾ നമ്മൾ ഇന്നും അനുഭവിക്കുന്നു. പക്ഷേ ഈ വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തിന് നിയന്ത്രണം കൈമാറുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കുന്നു. നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കൊടുക്കുമ്പോൾ അവൻ നമ്മയും നമ്മുടെ ഹൃദയത്തെയും സംരക്ഷിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ തകർന്നു പോകും എന്ന് തോന്നുമ്പോഴും ദൈവം നമ്മെ കടന്നു പോകുന്നു. നമ്മൾ ആരാണെന്നല്ല, അവൻ ആരാണ് എന്തിനെന്നാണ്. ഈ വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കതകുകളിൽ രക്തം പുരട്ടണം. ഇസ്രായേലിൻ്റെ മക്കൾ അന്ന് പുരട്ടിയതുപോലെ തന്നെ, അതായത് ക്രിസ്തുവിൻ്റെ ത്യാഗം ഓർക്കണം. യേശു തന്നെ ആ അവസാനത്തെ പെസഹായിരുന്നു. This means Jesus was the ultimate and final sacrificial lamb, whose blood shed for the salvation of all, fulfilling the symbolic meaning of the original Passover lamb, whose blood protected the Israelites. ഇനി മരണത്തെ പേടിക്കേണ്ടതുമില്ല, നാശത്തെ ഭയക്കേണ്ടതുമില്ല. അവന്റെ രക്തം ഇന്നല്ല, ഒരാക്ഷണം മാത്രമല്ല, നിത്യതയ്ക്കുള്ള സംരക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ ദൈവത്തിന് നൽകുന്നത് എളുപ്പമല്ല. പക്ഷേ ഈ ലെന്റിന്റെ എല്ലാ ദിവസങ്ങളിലും എന്നെ ഒരുപോലെ ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു. നിനക്ക് വഴി അറിയേണ്ടതില്ല. നിനക്ക് ജീവിതത്തെക്കുറിച്ച് നാളെ എന്താവും, നാളെ എന്ത് ചെയ്യും, എങ്ങനെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകും, അത് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നാൽ വഴി അറിയുന്നവനെ മാത്രം വിശ്വസിച്ചാൽ മതി. നിനക്ക് വഴി അറിയേണ്ട ആവശ്യമില്ല, വഴി അറിയുന്നവനെ മാത്രം നീ വിശ്വസിച്ചാൽ മതി. അത് തന്നെയാണ് വിശ്വാസം. ഒരാശയക്കുഴപ്പത്തിൽ ഉള്ളവന്റെ ഉച്ച സൂചനയല്ല വിശ്വാസം. പക്ഷേ ഉച്ചത്തിൽ പറയാതെങ്കിലും ഉറച്ച ഒരു തീരുമാനം വിശ്വസിക്കുക. നിലവാരമില്ലെങ്കിലും
വിവരമില്ലെങ്കിലും ഭയമുണ്ടെങ്കിലും വിശ്വസിക്കുക. ആ സമയത്താണ് നമ്മൾ ഉറച്ചയായി അല്ലെങ്കിൽ ഉറപ്പോടെ ഉച്ചത്തിൽ പറയേണ്ടത്, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ്റെ ഭാവിയല്ല ദൈവ കരങ്ങളിലാണ്. നിങ്ങളുടെ ഹൃദയം കീഴടങ്ങലിൻ്റെ അടയാളമുള്ള വാതിലപ്പുറമാണ്. ഈ ഈസ്റ്ററിന്റെ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ വാതിലിന് നമ്മൾ ചുമന്ന നിറം പുരട്ടിയിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ താക്കോൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ? കാരണം വിശ്വാസം ഒരുപാട് ഉറച്ചതായോ ഉച്ചത്തിലുള്ളതായോ ആവശ്യമില്ല. അതൊരു വാതിലിന്റെ ചെറുതായെങ്കിലും തുറവാണ്. അത് മതി രക്ഷിതാവിനകത്ത് നടക്കാൻ, അകത്ത് നിങ്ങളിൽ സ്ഥാനം പ്രാപിക്കാം. ഈ ഈസ്റ്ററിലേക്ക് നമ്മൾ ഹൃദയം തുറക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ കൃത്യമായ വിശ്വാസം കൊണ്ടും വാതിലുകളിൽ രക്തം പുരട്ടിയ ആ ധൈര്യമായ സാക്ഷ്യത്തെ നമുക്ക് ഓർക്കാം. അത് വെറും ശാരീരികമായ പ്രവൃത്തിയല്ലായിരുന്നു, അത് അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇന്ന് നമ്മൾ ആ ത്യാഗത്തിന്റെ പ്രതീകമായി നമ്മുടെ ഹൃദയങ്ങളുടെ വാതിലുകൾക്കും ആ വിശ്വാസത്തിന്റെ ചുവപ്പ് നിറം പുരട്ടാം. നമ്മുടെ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറമുള്ള അവനിലെ വിശ്വാസം പുലർത്താം. അപ്പോൾ അവൻ കരുണയും കൃപയും സംരക്ഷണവും നമുക്ക് എന്നും ഉണ്ടായിരിക്കും. ഈ ഈസ്റ്റർ ദൈവത്തിന്റെ അത്യുന്നതമായ നേർച്ചയായ രക്തം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ ഒരിക്കൽ കൂടി ചുവപ്പിക്കപ്പെടട്ടെ. അവൻ പരിശുദ്ധൻ, അവൻ ഉയർന്നവൻ, അവൻ നമ്മുടെ രക്ഷയും നമ്മുടെ ശാന്തിയുമാണ്. ഞാൻ എൻ്റെ ഈ ഹോൾ തോട്ട് ജസ്റ്റ് എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റോറി ആയിട്ടാണ്. ഞാൻ ഒരു റീസെൻ്റ്ലി ഐ കേം അക്രോസ് an article which also based this movie was Breakthrough. ആൻഡ് ആ മൂവിയുടെ പേര് ബ്രേക്ക് ത്രൂ എന്നാണ്. അപ്പം അതിനകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു 17-18 വയസ്സുള്ള ഒരു യങ് ടീനേജ് ബോയ്. ആൻഡ് ആ ടീനേജ് ബോയ് തണുപ്പിൻ്റെ കാലത്ത്, കാരണം റിവേഴ്സ് എല്ലാം സ്നോ ആവും, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ആവും, സ്നോ വെള്ളം ഐസായി തീരും. അപ്പം അങ്ങനെ ഐസിൻ്റെ മേളിൽ കളിക്കുന്ന സമയത്ത് ഐസ് ഒത്തിരി പത്തലയായതുകൊണ്ട് ആ കുഞ്ഞ് ആ വെള്ളത്തിലോട്ട് വീണു. അപ്പം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒത്തിരി സമയമെടുത്തു, അല്ലെങ്കിൽ ഒത്തിരി നേരമെടുത്തു. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ല, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമ്മുടെ കയ്യിലല്ല ഇനി ഇത്. അപ്പം ഇതേ ഒരു വിശ്വാസത്തിന്റെ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ആ കുഞ്ഞിന്റെ അമ്മ അപ്പം അവിടെ വന്ന് ആ കട്ടിലിന്റെ കീഴെ മുട്ടിപ്പായിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവത്തിൽ, അത് മതി എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസത്താൽ ഞാൻ പറയുന്നു, എൻ്റെ കുഞ്ഞിനെ ഭേദമാക്കണമെന്ന്. അപ്പം ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡൻറ്റ്. ആൻഡ് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അന്ന് ഇസ്രായേലിൽ മക്കൾ ദൈവത്തിന്റെ വിശ്വാസത്തിൽ ദൈവം നമുക്ക് തന്ന ആ ഒരു പ്രോമിസിൽ വിശ്വസിച്ചു. കാരണം ഇത്രയും എല്ലാം വെളിയിൽ നടക്കുന്നു, ആൾക്കാർ മരിക്കുന്നു. പക്ഷെ ആ ഒരു കഥകിന്റെ അടിയിൽ ആ കഥകിന്റെ ഇപ്പുറത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തുമായിരിക്കും അവരുടെ മനസ്സിൽ തോന്നിയ ഒരു തോട്ട് പ്രോസസ്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആ ഒരു പേടി, ഭയം എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവർക്ക് ആ ദൈവത്തിന്റെ, അല്ലെങ്കിൽ യേശു നമ്മളെ പാസ് ഓവർ ലാം എന്ന് പറയുന്നത് യേശുവാണ്. അപ്പം യേശു അല്ലെ നമ്മൾ അന്ന് തന്ന ആ പ്രോമിസിൽ വിശ്വാസം ഉണ്ടായിരുന്നു. സെയിം ഗോസ് ഫോർ ദ മദർ ഓഫ് ദാറ്റ് ചൈൽഡ്. സോ ദിസ് ഈസ്റ്റർ ലെറ്റ്സ് ഓപ്പൺ our doors and also paint our hearts, or the doors in our hearts the same red color which depicts the Passover lamb, that is our Jesus Christ. Thank you so much.